ഹലോ ഗൈസ്, സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യണ്ടേ? ആദ്യം തന്നെ നമുക്കൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. പഴയ നോട്ട്ബുക്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ പേജ് പകുതിയായിട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ കുറേ ഷീറ്റ്സ് കിട്ടും. അത് എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിക്കുക. പിന്നെ നമ്മൾ ബുക്കൊക്കെ കവർ ചെയ്യില്ലേ, അതേപോലെ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ട് സൈഡിലും എന്തെങ്കിലും നല്ല ഭംഗിയില്ല വരച്ചതാണെങ്കിൽ വരച്ചത്, അല്ലെങ്കിൽ ഇതേപോലത്തെ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. എപ്പോഴും നമ്മൾ കടയിൽ നിന്നല്ല നെയിം സ്ലിപ്പ് വാങ്ങിക്കാറ്. ഇപ്രാവശ്യം നമുക്ക് DIY ആയിട്ട് ചെയ്യാം. നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കിയതാണ് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ? അടുത്ത് നമുക്കൊരു നോട്ട് പാഡ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡോ ഫോം ബോർഡോ എന്ത് വേണേലും എടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതേ വലുപ്പത്തിലുള്ള കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് മുകളിൽ പശ തേച്ച് കൊടുക്കുക. ദെൻ നമ്മൾ നേരത്തെ കവർ ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡിൽ ഇത് ഒട്ടിക്കുക. വേണമെങ്കിൽ കുറച്ച് കവായി സ്റ്റിക്കറോ എന്ത് വേണേലും ഒട്ടിച്ചെടുക്കുക. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കണ്ട. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബുക്ക് മാർക്സ് ഉണ്ടാക്കുക. ആദ്യം തന്നെ ഒരു പാണ്ടേനെ വരച്ചെടുക്കുക. പിന്നെ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ പാണ്ടേനെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് റെഡി. ഐ തിങ്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ബുക്ക് മാർക്ക് ആയിരിക്കും ഇത്. പക്ഷെ ഒരു കട്ടിയുള്ള പേപ്പറിൽ ചെയ്യാൻ നോക്കുക. അടുത്തതൊരു വുഡൻ ക്ലിപ്പ് എടുക്കുക. അതിൻ്റെ മുകളിൽ ഇതിലും കായ് സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കുക. അത്രേ ഉള്ളൂ, അടുത്ത ബുക്ക് മാർക്കും റെഡി. ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ രണ്ട് സൈഡിലും സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കവായ് സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കുക. ഇത് നമുക്ക് കോയിനൊക്കെ ഇട്ട് വെക്കാട്ട. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കണ്ട.